പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം അണയാമനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. അല്പസമയം മൗനമായി പരിശുദ്ധ അമ്മ നമ്മുടെ ചാരയുണ്ടെന്നുള്ള ഒരു ആത്മബോധത്തിൽ നിറയുവാൻ നമുക്ക് പരിശ്രമിക്കാം. രക്ഷാകരമായ ഈശോയുടെ ആ മഹത്തരമായ ബലി പൂർത്തിയാക്കുവാൻ ഈശോയോടൊപ്പം കാലൂരിലായിരുന്ന പരിശുദ്ധ അമ്മ സഹായിച്ചിടത്തോളം മറ്റാരും ഈശോയെ തൻ്റെ ബലി പൂർത്തിയാക്കുവാൻ സഹായിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെയും ചാരെ പരിശുദ്ധ അമ്മ ആയിരുന്നു കൊണ്ട് ഈ ബലി ഏറ്റവും യോഗ്യതയോടുകൂടി അർപ്പിക്കുവാൻ നമ്മെ സഹായിക്കുകയാണെന്നുള്ള ഉറച്ച ബോധത്തിലൊന്ന് മനസ്സ് നിറയ്ക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹമുള്ളവരെ, ഈ ദിവ്യബലി നാം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മോടൊപ്പം ഇപ്പോൾ ബലിയർപ്പിക്കുവാൻ പറ്റാതെ അവരുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ബലിയർപ്പണത്തോട് നമ്മുടെ ഇടവകജനങ്ങളെ മുഴുവനായും ചേർത്ത് വെച്ച് ഈ ബലി നമുക്കെന്ന പോലെ തന്നെ എല്ലാവർക്കും ഒരു അനുഭവമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെയാകട്ടെ ഈ ബലിയർപ്പണം. അല്പസമയം മൗനമായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകൾ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മാപ്പിനായി അപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യവതിയായ പരിശുദ്ധങ്ങളോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയണമേ
ജനമേ കർത്താവേ കനിയണമേ കർത്താവേ കനിയണമേ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം മനസ്സുള്ളോർക്ക് ശാന്തിയുമേ സ്തുതിക്കുന്നു ഞങ്ങൾ പുകഴ്ത്തുന്നു ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു ദിവ്യമഹിമകൾ പാടുന്നു നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ സത്തരാം ദൈവമേ ആദരങ്ങയെ വാഴ്ത്തുന്നു ദേവസ്തുവേ കർത്താവാം യേശു ക്രിസ്തുവേ ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൽ കുഞ്ഞാടേ ആദനാം ദൈവത്തിൽ സൂര്യേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു കാരുണ്യം തൂകണേ ഞങ്ങളിൽ ലോകത്തിൻ പാപനീഹന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിന്റെ പാർശ്വത്തിൽ കേവലം ഭാഗത്തിലും രക്ഷകനേശുവേ കാരുണ്യം തൂകണേ സ്വരൂപം പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്വി പാവനാത്മാവൂതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാലനൻ അങ്ങു താനേകനം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അധപതിച്ച ലോകത്തെ അങ്ങേ പുത്രന്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചുവല്ലോ.
അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അവരെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: സിയോൻ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർപ്പു വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാനിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ ഇഫ്രയാമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നീതി മുതൽ ഭൂമി വരെയും ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വസൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. മിസ്റ്റർ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. പ്രിയ സഹോദരരെ, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികളല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. കർത്താവിൻ്റെ വചനം. Hallelujah.
കർത്താവെ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യട്ടെ. ആമേൻ. ദയവായിരിക്കുവിൻ. സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 14-ാം ഞായറായ ഇന്നേ ദിവസം ദൈവം നമുക്ക് ധ്യാനിക്കുവാനായി നൽകിയിരിക്കുന്നത് മനോഹരമായ തിരുവചന ഭാഗങ്ങളാണ്. ഈ തിരുവചന ഭാഗങ്ങളിലൂടെ ഒന്ന് ധ്യാനിച്ചപ്പോൾ മനസ്സിൽ കടന്നു വന്ന ദൈവത്തിൻ്റെ രണ്ട് മനോഹരമായ പുണ്യങ്ങളെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഒന്നാമതായി ദൈവത്തിൻ്റെ താഴ്മ. ഈ താഴ്മയെക്കുറിച്ചാണ് സഖറിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നെടുത്ത ഇന്നത്തെ 1-ാം വായനയിൽ നാം ശ്രവിച്ചത്. രണ്ടാമതായി ശാന്തശീലനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിച്ചത്. ഈ രണ്ട് ദൈവിക പുണ്യങ്ങളുടെയും പ്രത്യേകത ഒരു ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. ഒരു ക്രിസ്തീയ ജീവിതം അത് ഏറ്റവും വിശ്വസ്തയോടുകൂടി ചിലവഴിക്കുകയാണെങ്കിൽ ആ ക്രിസ്തീയ ജീവിതത്തിലേക്ക്
കടന്നു വരുവാൻ സാധ്യതയുള്ള, ഒരിക്കലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു അവസ്ഥാവിശേഷം സഹനമെന്ന ആ മനോഹരമായ രക്ഷാകര രഹസ്യമാണ്. തൻ്റെ ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ വിശ്വസ്തയോടുകൂടി ജീവിച്ചു എന്ന് ഉറപ്പുള്ള വ്യക്തികൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു അനുഭവം അവർ തൻ്റെ ജീവിതത്തിൽ നിരവധി സഹനങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. ഇപ്രകാരം ആത്മാർത്ഥമായി തങ്ങളുടെ ക്രിസ്തീയ ജീവിതം വിശ്വസ്തയോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സഹനങ്ങളിൽ ദൈവത്തിൻ്റെ ഈ 2 പുണ്യങ്ങൾ നമ്മെ ആ സഹനങ്ങളെ എപ്രകാരം ഈശോ സ്വീകരിച്ചുവോ അപ്രകാരം സ്വീകരിക്കുവാനായി നമ്മെ സഹായിക്കും. താഴ്മ, ദൈവത്തിൻ്റെ ഈ മഹത്തായ ഈ ഒരു മൂല്യം, ഈ പ്രപഞ്ചം മുഴുവനും വീണ്ടെടുക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ ഈ താഴ്മയെന്ന ഈ രക്ഷാകര രഹസ്യ മൂല്യം കൊണ്ടാണ്. ഈശോയുടെ കയ്യൊപ്പെന്നാണ് താഴ്മയെക്കുറിച്ച് പറയപ്പെടുന്നത്. അപ്പോൾ ഈ താഴ്മയെന്ന ഈ മനോഹരമായ ഈ മൂലമാണ് ഈ പ്രപഞ്ചം മുഴുവനും വീണ്ടെടുക്കപ്പെട്ടതെന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തിൽ വളരുവാൻ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ക്രിസ്തീയ ജീവിതത്തിന് സാധിക്കണമെന്ന് ഇന്ന് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ താഴ്മയെന്ന പുണ്യം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കപ്പെടുന്നത്? ദൈവാശ്രയ ബോധത്തോടു കൂടി. ഇതിനപ്പുറവും കടന്നുപോയ ഒരു ദൈവമാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവത്തിന് മനസ്സിലാക്കുവാൻ പറ്റാത്ത എൻ്റെ വിഷമതകളില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ആ ദൈവാശ്രയ ബോധത്തോടു കൂടി താഴ്മയോടുകൂടി തന്നെ ഇതിനൊക്കെ സ്വീകരിക്കുവാനായിട്ട് ആ ഒരു ജീവിത മൂല്യം സ്വായത്തമാക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ ഈ സഹനങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായി ഈ ശാന്തത, ദൈവത്തിൻ്റെ അന്തസത്തയുടെ ഒരു സ്വഭാവം തന്നെയാണത്. ശാന്തത ഒരു ക്രിസ്തീയ ജീവിതം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എപ്രകാരമാണ് ഈ ദൈവികമായ ഈ പുണ്യം, ശാന്തത എന്ന പുണ്യം, സമാധാനം, ആശ്വാസം, എൻ്റെ കൂടെ ഞാൻ വിശ്വസിക്കുന്ന എന്നോടൊപ്പം വഴി നടക്കുന്ന ദൈവമുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം നൽകുന്ന ഒരു ആശ്വാസം, ഒരു ശാന്തത, എൻ്റെ കൂടെ ഇപ്പോൾ ദൈവമുണ്ട് എന്ന് ആ ഉറപ്പ് നൽകുന്ന ആ ഒരു ആശ്വാസം, ആ ശാന്തത, ഈ ഒരു ദൈവിക മൂല്യം നമ്മുടെ വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വളർത്തിയെടുക്കുവാനായിട്ടാണ് തിരുസഭ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആയതിനാൽ ഒരു ക്രിസ്തീയ ജീവിതം വിശ്വസ്തയോടുകൂടി നയിക്കുകയാണെങ്കിൽ ആ ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഈ സഹനങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് കാണിച്ചു തന്ന ജീവിതത്തിലൂടെ തന്നെ പകർന്നു തന്ന ഈ താഴ്മ എന്ന ഈശോയുടെ കയ്യൊപ്പ്, താഴ്മയും ഈ ഹൃദയ ശാന്തതയും ചേർത്ത് പിടിച്ചു നിർത്തുവാനായിട്ട് ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് ഇടവരട്ടെ. ഈ ദിവസം നാം ഈ തിരുവചന ഭാഗങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ധാരാളം വ്യക്തികളുണ്ട്. ഒരുപക്ഷെ ഈ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ഈ സഹനങ്ങളെ പെറുപെറുപ്പോടുകൂടിയും ദൈവത്തെ പഴിചാരിയുമൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ സഹനങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെയൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് ദൈവം എപ്പോഴും അവരുടെ കൂടെ തന്നെയുണ്ടെന്നുള്ള ഒരു ഉറച്ച ബോധ്യം നൽകുന്ന ശാന്തത അനുഭവിക്കുവാനായിട്ട് അവർക്ക് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു,
സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവിതാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കുവാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, ഈ നിമിഷം പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് അതിവിശുദ്ധമായ ഒരു തിരുവസ്ത്രത്തിൻ്റെ മുകളിലാണ് നമ്മുടെ പ്രാർത്ഥനകളെ നാം സമർപ്പിക്കുന്നത്. ഞങ്ങളുടെ സഭാസ്ഥാപകൻ തൻ്റെ മരണത്തോടടുത്തപ്പോഴേക്കും താൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉള്ളിൽ ബോധ്യം ലഭിച്ചപ്പോൾ കൊണ്ടുവരുവാൻ പറഞ്ഞ തിരുവസ്ത്രമാണത്. പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിടത്തോളം അതിപരിശുദ്ധമായ വസ്ത്രമാണത്. ഈ വസ്ത്രത്തിന് മുകളിലാണ് ഈ കാസയിലും ഈ പീലാസയിലും യേശുക്രിസ്തു ജീവനോടുകൂടി നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ഈ തിരുവസ്ത്രത്തിൽ നാം ആത്മാർത്ഥതയോടുകൂടി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ എപ്രകാരം ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി അപ്പവും വീഞ്ഞും രൂപാന്തരപ്പെടുന്നുവോ അപ്രകാരം രൂപാന്തരപ്പെടും. കാരണം സകല മാലാഖമാരും വിശുദ്ധരും ഇപ്പോൾ ഈ തിരുവസ്ത്രത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ ഈ സമയം മൗനമായി നമ്മുടെ ഇടവകയെ മുഴുവനും സമർപ്പിക്കാം. നമ്മുടെ ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെയും ഈ തിരുവസ്ത്രത്തിൽ നമുക്ക് സമർപ്പിക്കാം. ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിക്കാതെ പോയിരിക്കുന്ന കത്തോലിക്ക സഭയിലെ സകല വിശ്വാസികളെയും ഇപ്പോൾ ഈ തിരുവസ്ത്രത്തിൽ നാം സമർപ്പിക്കുകയാണ്. അവരുടെ നിയോഗങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും പ്രാർത്ഥനകളിലേക്കുമൊക്കെ ഈശോ ഇപ്പോൾ കടന്നു വരട്ടെ. ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മഹാമാരിയെ പ്രത്യേകമായും ഈ തിരുവസ്ത്രത്തിൽ നമുക്ക് സമർപ്പിക്കാം.
ഈശോയുടെ ശക്തമായ ഇടപെടൽ ഈ യുദ്ധത്തിൽ നമ്മോടൊപ്പം ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയുടെ സമഗ്രമായ വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും ഇപ്പോൾ ഈ തിരുവസ്ത്രത്തിൽ നമുക്ക് സമർപ്പിക്കാം. ഈ ബലിയുടെ യോഗ്യതകൾ ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥനകളിലേക്ക് വന്ന് നിറയട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദയവായിരിക്കും. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിതത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവസ്വത്തിനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു. സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു. മരണത്തിൽ നിന്നുള്ള ഉയിർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ ഒറ്റിക്കൊടുക്കപ്പെട്ട് സമന്നസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ
പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കന്മാർക്ക് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന
കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. അങ്ങേ കൽപ്പനയോട് ഞങ്ങളെപ്പോഴും ചേർത്തെടുക്കുവാൻ ഇടപെടുത്തുകയും ഞങ്ങൾ ഒരിക്കലും നേരടാതിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങേ കൈക്കൊള്ളുവാൻ ഈശോയെ അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. യോഗ്യത എന്നിലില്ല, ശ്രേഷ്ഠ
നഷ്ടമായൊന്നുമില്ല, എന്നാലും എന്നുള്ളിൽ ഈശോയെന്നുള്ളിലെഴുന്നള്ളണേ. ഈശോയെ അങ്ങേ കൈക്കൊള്ളുവാൻ തോന്നി വരുന്നിതാ ഭഗവാനേ, പരിശുദ്ധനേ, അമർത്യനേ, ഹരിനാഥനേ. ബലവാനേ, പരിശുദ്ധനേ, അമർത്യനേ, ഹരിനാഥനേ. ആത്മാവിൽ വാണിടാനാ എഴുന്നള്ളണേ. സമാപന പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ഇത്ര മഹത്തായ ബലിവസ്തുക്കളാൽ സമ്പൂരിതരായ ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കുവാനും അങ്ങേ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമുദ്രങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും, പരത്തിൽ നിത്യ സൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശദീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടും
ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു.